ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എവിടേക്കും പോകുന്നല്ല, ഒരു കാര്യം കാണിക്കാൻ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ള വീഡിയോ ആണ്. അതായത് തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, എപ്പോഴത്തേക്കും പോലെ അത്ര സന്തോഷത്തോടെയല്ല വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോപ്രോയുടെ കാര്യം. ഗോപ്രോ മേടിച്ചിട്ട് എത്രയാ, ഡിസംബറിൽ മേടിച്ചതാണ്. ജാൻ ഫെബ് മാർച്ച് 3 മാസം ആവണമല്ലോ. അതടിച്ചു പോയി, ഒരെനക്കമില്ല. തീരുമാനമായി. അതായത് കുറേ ഫുൾ ചാർജ് ചെയ്തിട്ട് നോക്കി, ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുക, പഴുക്കത്. സാധാരണ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാറുണ്ടല്ലോ, അത് കത്തണില്ല. അതേപോലെ ഫ്രണ്ടിലും ഓണാക്കുമ്പോൾ ഫ്രണ്ടിലും റെഡ് ബ്ലിങ്ക് ആവാറുള്ളത്, അതുമില്ല. ആകെയുള്ളൊരു റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ്, അതായത് ഡിസ്പ്ലേ കാണിക്കില്ല, ഇവിടെ ചെറുതായിട്ട് ഒരു ലൈറ്റ് വന്നിങ്ങനെ നിൽക്കും. അതല്ലാണ്ട് ഒരെനക്കവും ഇല്ല. ഞാൻ ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒറ്റ വീഡിയോസിലും വീഡിയോ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യാൻ തോന്നും പറയാറില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നല്ല പറയാം. ഇതുപോലെ ഗോപ്രോ യൂസ് ചെയ്യുന്നവരായിട്ടുള്ള ആരെങ്കിലും അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ, ചിലവർക്ക് ഈ സെയിം എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടാവും. കാരണം എന്താ, അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹീറോ 10 ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് ഗ്ലിച്ചസ്, ഒരുപാട് കംപ്ലയിൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ 10 യൂസ് ചെയ്തിട്ടുള്ളവർ ഈ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അവർ എന്താ പറയുക, ഇനി വരും വഴിക്ക് അവർക്കിത് ഫേസ് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലവർക്കിത് യൂസ്ഫുൾ ആവും. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ചിലവർക്കിത് യൂസ്ഫുൾ ആവും. അതല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതും പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ റെസ്പോൺസ്, ഇപ്പോഴത്തെ റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ മെയിൻ കാര്യം പറയാം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സാധനം ലൈറ്റ് അങ്ങനെ കത്തി നിൽക്കും. അതല്ലാതെ വേറെ ഒരു റെസ്പോൺസും ഇല്ല. സാധാരണ ഇവിടെയാണ് ആ റെഡ് ലൈറ്റ് കത്താറ്, അതും ഇല്ല. ഇങ്ങനെ നിൽക്കുക. ഇതാണ് ഗോപ്രോയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഈ പ്രോബ്ലം എപ്പോഴും ഫേസ് ചെയ്താന്ന് ചോദിച്ചാൽ, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഹീറ്റായി തുടങ്ങും, നല്ലപോലെ ഹീറ്റായി തുടങ്ങും. അതുപോലെ ചില നേരത്തെ ഹാങ് ആയി നിൽക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പോഴും ഇത് കത്തി നിൽക്കുക. അപ്പം അങ്ങനെ ഹാങ് ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ല, ബാറ്ററി ഒരു ഓഫ് ആക്കുക ചെയ്യാറ്. അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ സൈക്കിളിൻ്റെ റിവ്യൂ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, കൂടെ അതെന്താ പറയുക, എനക്കമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലടാ, ബാറ്ററി ഒരു ഇട്ട സെറ്റാവെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഒരു എനക്കം ഉണ്ടായില്ല. അപ്പം എനിക്കൊന്നും തോന്നിയില്ല. വീട്ടിലെത്തി, അപ്പോഴും ഒരു എനക്കില്ല. അപ്പം എനിക്ക് ചെറുതായിട്ട് പേടി വന്നു തുടങ്ങി. സത്യം പറയാലോ, നല്ല വിഷമമുണ്ട്. കാരണം അൺബോക്സ് ചെയ്തൊക്കെ നിങ്ങൾ എല്ലാവരും അല്ല, ചിലർ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം, കഷ്ടപ്പെട്ടിരുന്ന് മേടിച്ച സാധനം. അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ നിന്ന് പോകാന്ന് പറയുമ്പോഴേ അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയല്ല അത്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഇതിന് പ്രശ്നം വന്നത്. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹീറ്റായി, അതിൻ്റെ ഇടയിൽ പിന്നെ സ്റ്റക്കായി, പിന്നെ ഒന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല. അടിച്ചു പോയി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്, വേറെ ഒരു എനക്കവും ഇല്ല. അപ്പം ഇനി പറയാനുള്ള മെയിൻ സംഭവം വാറണ്ടി പീസാണിത്. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം എന്താ പറയുക, അവരുടെ ബുക്ക് എടുത്തു. ഈ ബുക്ക് എടുത്തു. ഇതിൽ ഈ സാധനം നോക്കിയിരുന്നു ഞാൻ. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ഈ സൈറ്റിൽ കയറി കോളിന് റിക്വസ്റ്റ് ചെയ്തു. കോള് കിട്ടി, കണക്റ്റായി. അതിനെപ്പറ്റിയൊന്നും പറയാനുണ്ട്, അത് വൻ ട്രാജഡി ആയിരുന്നു. അവരുടെ ഇംഗ്ലീഷ് മനസ്സിലാവണില്ല, ഒരുമാതിരി കുഴഞ്ഞ ഇംഗ്ലീഷ്. ഒരു 10 വട്ടം പറഞ്ഞാൽ അവരെന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു 20 വട്ടം. എൻ്റെ ഇംഗ്ലീഷ് അതിലും ബെസ്റ്റ് ആയതുകൊണ്ട് അവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അരമണിക്കൂറിൻ്റെ 3-4 കോള് വിളിച്ചതിന് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തിയത്. അവരെന്നോട് പറഞ്ഞു റിപ്ലേസ്മെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. പിന്നുള്ള ടെൻഷൻ എന്താ വെച്ചാൽ, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എനിക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അവരെനിക്കൊരു കൊറിയർ സർവീസ് പറഞ്ഞു തന്നു. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ക്യാമറ മാത്രം വിത്തൗട്ട് ബാറ്ററി, അതായത് ബാറ്ററി വേണ്ട, SD കാർഡ് വേണ്ട, ക്യാമറ മാത്രം നിങ്ങൾ കൊടുത്തയക്കാൻ പറഞ്ഞു. ആ കൊടുത്തയച്ച അവർക്ക് കിട്ടിയതിന് ശേഷം അവർ ബ്രാൻഡ് ന്യൂ ഹീറോ 10 എനിക്ക് തരുമെന്ന് പറഞ്ഞു. അവരുടെ അഡ്രസ്സൊക്കെ എല്ലാം ഞാൻ അതിൽ കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. അവർ മെയിൽ അയച്ചതിൻ്റെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ബ്രാൻഡ് ന്യൂ ഹീറോ 10 റീപ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണെന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ സമാധാനമായി. അപ്പോൾ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനത്തവർക്ക് മാത്രം ഷെയർ ചെയ്താൽ മതി. ഈ ഗോപ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഹീറോ 10, കാരണം ഹീറോ 10 ഒരുപാട് ഇഷ്യൂസ് ഉള്ളതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെയിൻ കേസ് ബില്ല് നിങ്ങൾ തമാശയ്ക്ക് വെക്കരുത്. കാരണം നിങ്ങളൊരു ഗോപ്രോ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബില്ല് സേഫായിട്ട് എടുത്ത് വെക്കുക. എനിക്കൊരു പ്രശ്നം വന്നത്, ഞാൻ ബില്ല് കഷ്ടപ്പെട്ടിട്ട് ഒപ്പിച്ചെടുത്തത്. ആ ബില്ലില്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ റിപ്ലേസ്മെൻറ്റ് കിട്ടില്ലായിരുന്നു. അവരെന്നോട് ചോദിച്ചത് ബില്ല് പിന്നെ ഈ ക്യാമറയുടെ ഉള്ളിലത്തെ സീരിയൽ നമ്പർ മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ. ബില്ലിൽ ഇൻവോയ്സ് നമ്പർ ഇട്ടാം. അപ്പോൾ അവർ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവരൊരു കൊറിയർ സർവീസ് പറഞ്ഞു തന്നു. അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇത് കയറ്റി വിടുക. അവർക്കത് കിട്ടിയതിന് ശേഷം അവർ പുതിയത് തിരിച്ചയക്കുമെന്ന് പറഞ്ഞു. എന്തായാലും തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം, കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞതുപോലെ വീണ്ടും ഷെയർ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഈ ഒരു കേസിന് വരികയാണെന്നുണ്ടെങ്കിൽ ആരും വെറുതെ പകച്ച് നിൽക്കരുത്. അയ്യോ പോയി, എൻ്റെ ഗോപ്രോ പോയി, ഞാൻ എന്തുട്ടാ ചെയ്യാമെന്നൊന്നും ആലോചിച്ച് നിൽക്കരുത്. കാരണം 1 ഇയറിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് റിപ്ലേസ്മെൻറ്റ്. എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനിത് കൊടുത്ത് വിട്ടിട്ട് പോലുമില്ല. എന്നാലും ഇത്രയും വെച്ചിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പറയുന്നത് ട്രൈ ചെയ്യാം, കിട്ടും, മാറ്റി കിട്ടും. അപ്പം ഇപ്പം ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ പാലാരിവട്ടത്താണ് അവരുടെ കൊറിയർ സർവീസിൻ്റെ അഡ്രസ്സ് തന്നത്. അപ്പം ഞാൻ അവിടേക്ക് പോവുകയാണ് ഈ ക്യാമറ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ എന്താണെന്ന് അറിയില്ല, കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ഇറങ്ങാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എന്താണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് ഞാൻ പതുക്കെ ഓരോ വീഡിയോസായിട്ട് കാണിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ.